ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്തുൽ ഫാത്തിഹയുടെ 3 ആയത്തുകൾ എടുത്തു. അതോടൊപ്പം തന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നടക്കം ഇത്രയും ആയത്തുകൾ നമ്മൾ കവർ ചെയ്തു. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ എടുക്കാൻ പോകുന്നത് 4ഉം 5ഉം ആയത്തുകളാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതുവരെ ഓതിയ ആയത്ത് മുതൽ ഒന്ന് ഓതിയതിനു ശേഷം 4ഉം 5ഉം എടുക്കാം. അപ്പോൾ എല്ലാവരും ഖുർആൻ തുറന്നു വെച്ചിട്ട് അതിൻ്റെ കൂടെ ആദ്യം നന്നായിട്ട് ശ്രദ്ധിക്കുക, എന്നിട്ട് ഒന്ന് ഓതി നോക്കുക കേട്ടോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين. ഇനി 4ാമത്തെ ആയത്ത് മാലികി യൗമിദ്ദീൻ. അവിടെ ശ്രദ്ധിക്കേണ്ടത് മാലിക്കി മീമ കഴിഞ്ഞതിന് ശേഷം ഒരു അലിഫ് മദ് ഉണ്ട്. ഇവിടെ നമ്മൾ നോർമലി നീട്ടലേ ഉള്ളൂ. അതായത് അലിഫ് മദ് തൊബിഈ ഹർക്കത്താൻ 2 ഹർക്കത്ത് നീട്ടിയാൽ മതി. സാധാരണ വരുന്ന ഒരു മിസ്റ്റേക്കാണ് മാലിക്കി എന്ന് പറഞ്ഞിട്ട് കുറച്ചധികം നീട്ടി ഓതല്. അത് തെറ്റാണ്. 2 ഹർക്കത്ത് മാത്രം നമ്മൾ നീട്ടുക. അതായത് മാലിക്കി, അത്രയേ ഉള്ളൂ. മാലിക്കി യൗമിദ്ദീൻ, മാലിക്കി യൗമിദ്ദീൻ. അതിലേറെ ആയിട്ട് മാനെ അവിടെ നീട്ടരുത്. പിന്നെ യൗമിദ്ദീൻ അക്ഷരങ്ങൾ അതിൻ്റെതായിട്ടുള്ള ഉച്ചാരണം അനുസരിച്ച് പറയുക. പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും അവിടെ വരുന്നില്ല. ദാലിന് ഷെദ്ദുണ്ട്, അത് ഒരു കട്ടിയിൽ പറയാം. അതായത് മാലികി യൗമിദ്ദീൻ. ഓക്കെ. പിന്നെ ദീൻ എന്നുള്ളത് നമുക്ക് 2, 4, 6 ഹർക്കത്ത് നീട്ടാം. ലാസ്റ്റ് അവിടെ എൻഡിങ്ങിൽ നിർത്തുന്ന സമയത്ത് നമുക്ക് അവിടെ നീട്ടി നിർത്താം എന്നുള്ളതാണ്. ഓക്കെ. മാലികി യൗമിദ്ദീൻ. നെക്സ്റ്റ് ആയ إياك نعبد وإياك نستعين. ഇയ്യാക്ക അവിടെ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കുക, യാ ഷദ്ദിന് ശേഷം ഒരു അലിഫ് മദ് വന്നിട്ടുണ്ട്. ഇവിടെയും 2 ഹർക്കത്ത് നീട്ടലേ ഉള്ളൂ. 2-ലധികമായിട്ട് ഇയ്യാക്ക അങ്ങനെ നീട്ടാൻ പാടില്ല. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. അവിടെ 2 സ്ഥലത്തും ശ്രദ്ധിക്കുക. ഇയ്യാക്ക അത്രയേ ഉള്ളൂ കേട്ടോ. കാഷ്വൽ ആയിട്ടുള്ള ഒരു നീട്ടൽ നീട്ടിയാൽ മതി. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. നോർമലി നീട്ടല്. ഓക്കെ. പിന്നെ അതേപോലെ വരുന്നൊരു മിസ്റ്റേക്കാണ് ഇയ്യാക നഅ്ബുദു വഇയ്യാക എന്ന് ഓതാറുണ്ട്. അതിന്റെ മുന്നേ ആയിട്ട് ഐനിലേക്ക് വരാം. അതായത് നഅ്ബുദു എന്ന് ഓതിയെടുത്ത് ഐനാണ് അല്ലെ, ഐന് സുക്കൂനാണ്. ഇവിടെ നമ്മൾ നഅ്ബുദു എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് ഇറങ്ങി പറയുകയും ചെയ്യരുത്, എന്നാൽ നഅ്ബുദു എന്ന് പറഞ്ഞിട്ട് പോവുകയും ചെയ്യരുത്. എങ്ങനെയാണോ ഓതേണ്ടത്? ഐനിന്റെ ആ ഒരു ചൊയ പുറത്തേക്ക് കേൾക്കുകയും വേണം, എന്നാൽ ഓവർ ടൈമിങ് അവിടെ എടുക്കാതെ ഓതണം. നഅ്ബുദു നഅ്ബുദു അങ്ങനെ പോവാ. നഅ്ബുദു അത് നഅ്ബുദു എന്നും ആവരുത്, നഅ്ബുദു എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് ഇറങ്ങുകയും ചെയ്യരുത്. ഹംസന്റെ ഒക്കെ കേസിലാണ് നമ്മൾ എന്നൊക്കെ പറയാറ്. നഅ്ബു അങ്ങനെ ആയി വരുന്നത്. ശരിക്കും ഹംസ ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് എടുത്ത് പോകണമെന്നാണ്. പക്ഷെ അതിനാകുമ്പോൾ അതിന്റെ ആ ഒരു ചൊയ, ആ ഒരു സിഫത്ത് ഉണ്ടല്ലോ, അത് പുറത്തേക്ക് കേൾക്കും വേണം, എന്നാൽ നന്നായിട്ട് ഇറങ്ങുകയും ചെയ്യരുത്. നഅ്ബുദു. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ വരുന്ന ഒന്ന് നഅ്ബുദു വ ഇയ്യാക്കാന്ന് ചില ആളുകൾ ഓതാറുണ്ട്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ദാൽ ദൊമ്മ അല്ലെ, അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു കുഞ്ഞു നീട്ടൽ അവിടെ നീട്ടി ഓതുക. നഅ്ബുദു വ ഇയ്യാക്ക അങ്ങനെ ഇല്ല. അവിടെ വാമദ്ദില്ല, നീട്ടാനുള്ള മദ്ദിന്റെ ഒരു ഹർഫും ഇല്ലല്ലോ. അപ്പോ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക. നഅ്ബുദു കഴിഞ്ഞിട്ട് പിന്നെ വാലേക്ക് നമ്മൾ പോകണം, അല്ലാതെ അവിടെ കുറച്ചൊരു നീട്ടൽ ഉണ്ടാവരുത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നസ്തഈൻ അവിടെ ഐനാണ്. ഐനിന്റെ ആ ഒരു ക്ലാരിറ്റിയോട് കൂടി പറയാം. പിന്നെ നസ്തഈൻ എന്ന് പറഞ്ഞുകൊടുത്ത് ലാസ്റ്റ് നമ്മൾ എൻഡിങ് ആണ്. യാമദ് ആരിൽ ആണ്. ആരിൽ പിന്നെ അവസാനം എൻഡിങ് ആയിട്ട് വരുന്ന എൻഡിങ്ങിന് നമ്മൾ സുക്കൂനിട്ട് നിർത്തും. അതിന് മുന്നേ വരുന്ന മദ് അത് നമുക്ക് 2, 4, 6 ഹർക്കത്ത് നീട്ടാം. അത് കുറച്ചധികം നീട്ടി നിർത്തുന്നതിന് കുഴപ്പമില്ല. അത് നീട്ടി നിർത്തലൊരു ഭംഗിയാണ്. നസ്തഈൻ. ഓക്കെ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇനി നമുക്ക് 4ാമത്തെ ആയത്തിന്റെ അർത്ഥം നോക്കാം. മാലിക്. മാലിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടമസ്ഥൻ, രാജാവ് എന്നൊക്കെ പറയാം.
ഇപ്പൊ ഇവിടെ ഉടമസ്ഥൻ, യൗമ് എന്ന് പറഞ്ഞാൽ ദിവസത്തിന്റെ, ദീൻ എന്ന് പറഞ്ഞാൽ പ്രതിഫലത്തിന്റെ, നിയമ നടപടിയുടെ. ദീനിന് വേറെയും അർത്ഥങ്ങളുണ്ട് നമുക്കറിയാം. മതം, നടപടിക്രമം, ആചാരം, വിചാരണ, നിയമ നടപടി, അനുസരണം, പതിവ് എന്നിങ്ങനെ സന്ദർഭം അനുസരിച്ചിട്ട് അതിന് പല അർത്ഥങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രതിഫലം എന്നുള്ള അർത്ഥത്തിലാണ്. പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ ആരാണ്? അള്ളാഹു. അള്ളാഹുവിനെ അങ്ങനെ ആദ്യം ഇങ്ങനെ പുകഴ്ത്തുകയാണ്. ആദ്യം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലെ, എല്ലാ ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്ന സർവസ്തുതി എന്ന് പറയുന്നുണ്ട്. അതേപോലെ റഹ്മാനി റഹീം, പരമകാരുണ്യവനും കരുണാനിധിയുമായിട്ടുള്ളവൻ. 4-ാമത്തെ ആയത്തിൽ മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയണം. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് മാ എന്നാവരുത് ചെറിയൊരു കുഞ്ഞു ചെരിവ് അവിടെ ഉണ്ടാവണം കേട്ടോ. നമ്മൾ മാലിക്കി ഓതുന്ന സമയത്ത് മാലിക്കി ഓതാതെ മാലിക്കി കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ, ഇങ്ങനെ അള്ളാഹുവിനെ നന്നായിട്ട് പുകഴ്ത്തിയതിനു ശേഷം അടുത്ത ആയത്തില് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇയ്യാക്ക. അതൊരു പ്രതിജ്ഞാ ബന്ധിതമാണ് അല്ലെ. ഇയ്യാക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ മാത്രം, അല്ലെങ്കിൽ നിന്നെ തന്നെ, നിനക്ക് മാത്രം. നഅ്ബുദു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആരാധിക്കുന്നു. വ ഇയ്യാക്ക, നിന്നോട് മാത്രം. നസ്തഈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. അപ്പോൾ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തിലുള്ള ആയത്തുകളിൽ അള്ളാഹുവിനെ നന്നായിട്ട് നമ്മൾ പുകഴ്ത്തി അവനെ സ്തുതിച്ചുകൊണ്ട് അവന്റെ എല്ലാ കുറച്ച് വിശേഷണ ഗുണങ്ങളൊക്കെ പറഞ്ഞിട്ട്, എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല, എന്നാൽ എണ്ണപ്പെട്ടതായിട്ടുള്ള ചില വിശേഷണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അതിനുശേഷം നമ്മൾ അള്ളാഹുവിനോട് ശരിക്കും പ്രതിജ്ഞ എടുക്കുകയാണ്, ഞങ്ങൾ നിന്നെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന്, അല്ലെ. മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്കറിയാം പ്രതിഫല ദിവസം. എന്താണ് ആ ഒരു പ്രതിഫല ദിവസം എന്ന് പറയുന്നത്? സൂറത്തുൽ ഇൻഫിത്താറിൽ പറയുന്നുണ്ട്, പ്രതിഫല ദിവസം എന്താണെന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് അതിലെ അർത്ഥം ഇങ്ങനെയാണ്: ഒരാൾക്കും തന്നെ മറ്റൊരാൾക്ക് വേണ്ടി യാതൊന്നും ചെയ്യാൻ കഴിയാത്ത ദിവസം. അന്ന് കാര്യം അഥവാ അധികാരം അള്ളാഹുവിനായിരിക്കും എന്നുള്ളതാണ്. അതാണ് അവിടെ മാലിക് എന്ന് പറയുന്നത്. അന്ന് ഒരു അധികാരം ഒരു മനുഷ്യനുണ്ടാവില്ല. ഇവിടെ നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ഉണ്ടാവും. നമ്മുടെ മക്കള് നമ്മളെ കരളിന്റെ കഷ്ണങ്ങളായിരിക്കും, നമ്മുടെ ഉമ്മ ബാപ്പ, ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവും, ഭർത്താവ് ഭാര്യ, അല്ലെ, ഇഷ്ടം കൊണ്ട് ഇറങ്ങിയിട്ടുള്ള രക്തബന്ധങ്ങൾ ഉണ്ടാകാം, പിന്നെ വൈവാഹിക ബന്ധങ്ങൾ ഉണ്ടാകാം. ഇതൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് അടുത്ത ആ ഒരു വരാനിരിക്കുന്ന ഈ ഒരു പ്രതിഫല ദിനം എന്ന് പറഞ്ഞാൽ, ഇവിടെ നമുക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഓടി വരാൻ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാകും, നമ്മളെ സഹായിക്കാൻ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാവും. ഇനി അവരൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തരാൻ കഴിയും, അല്ലെ. നമ്മളെ മക്കൾക്കൊക്കെ ചിലപ്പോൾ നമ്മുടെ പല സുഖങ്ങളെയും സ്കിപ്പ് അടിച്ചു വിടും, ഇല്ലേ. നമ്മുടെ ഉറക്കിനെയോ നമ്മുടെ ഭക്ഷണത്തിനെയോ ഒക്കെ ചിലപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാകും. എന്നാൽ ആ ഒരു ദിവസം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള തരത്തിലുള്ള ബന്ധങ്ങൾ എന്ന് വെച്ചാൽ ഒരാളും മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ കാത്തുക്കൂല. നഫ്സി എന്ന് പറയുന്ന ഒരു ദിവസമായിരിക്കും. അവനവന്റെ കാര്യം തന്നെ ഉണ്ടാകും. ഈ ദിവസത്തിൽ ഒരാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടാൻ പോലുള്ള അധികാരമില്ല. ആ അധികാരം ആർക്കാണുള്ളത്? അള്ളാഹുവിനാകുന്നു. അങ്ങനെയുള്ള ഒരു അള്ളാഹുവിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നതെന്നും ഈ ഒരു ആയത്തിന്റെ ഒരു അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കി നമ്മൾ. എന്താണ് അതിന്റെ ഒക്കെ ഒരു ഗൗരവം, അല്ലെ. നാളെ നമുക്കൊക്കെ വരാനിരിക്കുന്ന, ഇൻഷാ അള്ളാഹ് വരാനിരിക്കുന്ന ഒരു അവസ്ഥയാണിത്. ആ ഒരു യൗമുദ്ദീൻ എന്ന് പറയുന്ന പ്രതിഫല ദിവസം അത് നമ്മൾ നേരിടേണ്ടി വരുന്ന ഒന്നാണ്. ആ ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ നന്നായിട്ട് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അന്ന് അധികാരം മുഴുവൻ അള്ളാഹുവിനാണ്. അപ്പൊ അള്ളാഹിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കേണ്ടത്. ആ അള്ളാഹുവിന്റെ മുന്നിൽ നമുക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ, അന്ന് നമുക്ക് സുഖം കിട്ടണം എന്നുണ്ടെങ്കിൽ, ഇവിടെ ആ റബ്ബ് ആരാണ്, അങ്ങനെയുള്ള രാജാവ് ആരാണ് എന്ന് അറിയുകയും ആ അറിഞ്ഞുകൊണ്ടുള്ളൊരു ജീവിതം ഇവിടെ നയിക്കുകയും ഒരുപാട് തേട്ടങ്ങളും പ്രാർത്ഥനകളും അള്ളാഹുവിന്റെ മുന്നിൽ സമർപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം അന്ന് അധികാരം അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. വേറൊരാളുടെ അടുത്തും നമുക്ക് എസ്കേപ്പ് ആയിട്ട് പോകാൻ സാധിക്കൂല. ആരോടും രക്ഷ ചോദിക്കാൻ പറ്റൂല. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ ആ ഒരു രീതിയിൽ അള്ളാഹുവിനെ ഓർക്കുകയും ദിക്ർ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെയും രക്ഷ ഉണ്ടാകും, അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാവും, അള്ളാഹുവിന്റെ സ്നേഹം ഉണ്ടാവും, അതിങ്ങനെ നിറഞ്ഞൊഴുകും. പക്ഷെ ഇവിടെ നമ്മൾ അതൊന്ന് ക്ലിയർ ആക്കി കൊണ്ടുവന്നാൽ മതി. നമ്മുടെ ഒരു ജീവിതം ഉണ്ടല്ലോ, ദ ടെസ്റ്റിംഗ് പ്ലേസ്,
നമ്മളുടെ പരീക്ഷണ മേഖല, നമ്മുടെ ഒരു പരീക്ഷ, എല്ലാവരും പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്കോർ എങ്ങനെയാണ് നമുക്ക് വരാന്നുള്ളത് നമുക്ക് ഇവിടുന്ന് പറയാൻ പറ്റൂല. പക്ഷെ ആ സ്കോർ നല്ല രീതിയിൽ വരുത്താൻ ഉള്ള എല്ലാവിധ പരിശ്രമങ്ങളും നമുക്ക് നടത്താം എന്നുള്ളതാണ്. നമ്മുടെ പരിശ്രമം ഒന്നും ഒരിക്കലും പഠിച്ചവൻ എന്ത് ചെയ്യൂല, പാഴാക്കി വിടൂല. നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമുക്ക് അർഹമായിട്ടുള്ള റിസൾട്ട് പഠിച്ചവൻ തരുകയും ചെയ്യും. അപ്പോൾ അതിനുള്ള ഒരു ഈ ഓരോരോ ദിനങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തുക. അവിടെ ആ ഒരു യൗമുദ്ദീനിൽ നല്ല രീതിയിൽ നിൽക്കാൻ സാധിക്കുക, പ്രതിഫല ദിവസത്തിൽ നല്ല രീതിയിൽ പ്രതിഫലം വാരിക്കൂട്ടാൻ സാധിക്കുന്ന രീതിയിൽ നിൽക്കാൻ സാധിക്കുക. അള്ളാഹു തആല അത്തരത്തിൽ നന്നായിട്ട് പ്രതിഫലങ്ങൾ വാരിക്കൂട്ടുന്നവരിൽ നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ അള്ളാഹുവിനോട് പറയുകയാണ്, ഒരു പ്രതിജ്ഞ ചെയ്യുകയാണ്, ഞങ്ങൾ നിന്നെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്നുള്ളതാണ്. വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ ഇബാദത്തും അള്ളാഹുവിനായിരിക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാവിധ നേർച്ചകളും നമ്മളുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും, ഇപ്പോൾ ഒരു സ്റ്റൂൾ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് ഒരാൾക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പോലും അത് ഇബാദത്തിന്റെ ഗണത്തിൽ പെടും. അത് എന്തുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരം, നമ്മൾ നമസ്കരിക്കുന്ന നോമ്പ്, നമ്മളുടെ ഹജ്ജ്, നമ്മളുടെ സക്കാത്ത്, നമ്മൾ ചെയ്യുന്ന ദിക്റുകള്, സ്വലാത്ത് ഒക്കെ എല്ലാം എന്ന് പറയുന്നത് ശരിക്കും ഒക്കെ അള്ളാഹുവിലേക്കുള്ളതാണ്, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന ഡെയിലി റൂട്ടീൻസ് അല്ലെ, നമ്മളുടെ ഉള്ളിൽ നല്ലൊരു നിയ്യത്ത് ഉണ്ടാകും. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ദുആ ചെയ്യുന്നു, നമ്മൾ ആരൊക്കെ സഹായിച്ചു കൊടുക്കുന്നു, ഇതിലൊക്കെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യണത് അല്ലെ. നമ്മളെ കുട്ടികൾക്ക് നമ്മൾ ഭക്ഷണം ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും ആ ഒരു നിയ്യത്ത് നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനൊക്കെ പ്രതിഫലം ഉണ്ടാവും. ഇതൊന്നും എവിടെയും നഷ്ടപ്പെടൂല. അപ്പോൾ ഇയ്യാക നഅ്ബുദു, എന്റെ എല്ലാ ഇബാദത്തും, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ വളരെയധികം താഴ്മയോട് കൂടിയിട്ട് ഒരു സമർപ്പണ ബോധത്തോടു കൂടി ചെയ്യേണ്ടതാണ്. ഈ ഒരു സമർപ്പണ ബോധം, ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മൈൻഡ്, റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലെല്ലാം തവക്കുൽ ചെയ്തിട്ട് പോവാൻ അങ്ങനെയുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാവുക. എല്ലാ ഇബാദത്തും അള്ളാഹുവിനുള്ളതാക്കുക. മറ്റൊന്ന് ഇയ്യാക നസ്തഈൻ, രണ്ട് കാര്യങ്ങൾ നമ്മളവിടെ പറയുന്നത്. അള്ളാഹു നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്നുള്ളതാണ് അല്ലെ. സഹായം തേടുക എന്ന് പറയുന്നതും അള്ളാഹുവിനോട് മാത്രം. ഇവിടെ ഉദ്ദേശിക്കുന്നത്, നമുക്കിപ്പോ ഒരു ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാളോട് സഹായം ചോദിക്കും അല്ലെ. എന്നാൽ ആ ഒരു സഹായം നമുക്ക് ചെയ്തു തരാൻ ഒരാളെ പ്രാപ്തനാക്കുന്നതും അയാൾക്ക് ആ ഒരു മനസ്സ് തരുന്നതൊക്കെ ആരാണ്? അള്ളാഹുവാണ്. അപ്പൊ ആത്യന്തികമായിട്ട് നമ്മൾ എന്തൊരു കാര്യം, നമുക്കൊരു സംഭവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പോലും അള്ളാഹുവിനെ വിളിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹിനോട് ആദ്യം പറയണം നമ്മൾ, പഠിച്ചോൻ എന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടിപ്പോയിട്ടുണ്ട് അല്ലെ, ഇത് നന്നാക്കി തരണമെന്ന് അള്ളാഹിനോട് പറയാ. എന്നിട്ട് തുടർ നടപടികൾ ചെയ്യുക. അത് ആരാ ചെരുപ്പ് കുത്തിന്റെ അടുത്ത് കൊണ്ടുപോവുക, അല്ലെങ്കിൽ തുന്നേ എന്തെങ്കിലും എന്താ ചെയ്യാനുള്ള സ്ഥലം അതിന്റെ മാർഗം ചെയ്യുക. അപ്പൊ എന്ത് നമ്മളെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും ആദ്യം നമ്മളൊന്ന് പഠിച്ചോനോട് സഹായം തേടുക. ആ ഒരു ഇതുണ്ടാവണം. അത് ദിക്റുകൾ നമ്മളെ മനസ്സിൽ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ഉണ്ടാവും. പഠിച്ചോനെ കുറിച്ചുള്ളൊരു ഇഷ്ടവും ഒരു ബോധവും ഒരു ദിക്റും ഓർമ്മയും സ്മരണയൊക്കെ നമ്മളെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആയിട്ട് നമ്മൾ ആദ്യം അള്ളാഹിനെ ആയിരിക്കും വിളിക്കാം അല്ലെ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഇബാദത്ത് മുഴുവൻ അള്ളാഹുവിനുള്ളതാകുന്നു, അള്ളാഹുവിനോട് മാത്രമേ നമ്മൾ സഹായം തേടുകയുള്ളൂ, അതിന് വേറെ ആരെയും നമ്മൾ പങ്കു ചേർക്കൂല, അള്ളാഹുവിന് മാത്രം ചെയ്യാനുള്ളത് അള്ളാഹുവിന് മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ. ആ ഒരു പ്രതിജ്ഞയാണ് നമ്മൾ ഈ ഒരു സൂറത്തുൽ ഫാത്തിഹയിലൂടെ നമ്മൾ പറയുന്നത്. ഇത് നമ്മളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക. സർവശക്തൻ അതിനുള്ള എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.